ഇപ്പം മനസ്സിലായില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിക്കാത്തതെന്ന്? മുട്ടുവിറയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാധ്യമപ്രവർത്തകരെ നിരത്ത് ഇന്ന് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചതിന്. എന്ന് മാത്രമല്ല, എനിക്ക് ഉറപ്പാണ് ഇനി ഒരിക്കലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട ആളുകളുടെ ഒരൊറ്റ വാർത്താ സമ്മേളനം പോലും ഉണ്ടാവുകയുമില്ല. മോദി ചിലപ്പോൾ ആളുകളോട് ചോദിച്ചും കാണും, മനസ്സിലായില്ലേ ഞാനെന്താ നടത്താത്ത വാർത്താ സമ്മേളനം? മോദിക്ക് മനസ്സിലായി, പണ്ടേ അറിയാം പണി പാളുമെന്ന്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മനസ്സിലായി പണി പാളുമെന്ന്. വല്ലാത്ത ആത്മവിശ്വാസമായിരുന്നു. പക്ഷേ ഗണേഷ് കുമാർ, നിങ്ങളെ പാർലമെൻറ്റിൽ വെച്ച് കുത്തിപ്പറിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിന് കിട്ടിയാലും ഇല്ലെങ്കിലും, നിങ്ങൾ പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നോരോന്നായി പാർലമെൻറ്റിൽ ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും, ഇന്നലെ മുതൽ ഇന്ത്യയിലെ ജനം അത് തുടങ്ങിക്കഴിഞ്ഞു. ഒന്നിനും മറുപടിയില്ല. നിങ്ങൾക്ക് തിരിച്ചൊരു ട്വീറ്റ് പോലും ചെയ്യാനുള്ള ധൈര്യവും ഉണ്ടാകില്ല. കാരണം നിങ്ങൾ പറഞ്ഞത് നുണയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു. അത് ജനങ്ങൾക്ക് മനസ്സിലായെന്ന് താങ്കൾക്ക് മനസ്സിലായി. അതുകൊണ്ട് മോദിയുടെ മാർഗമാണ് സർക്കാരിലെ എല്ലാവർക്കും നല്ലത്. ഒരു കാരണവശാലും ഒരു വലിയ വാർത്താ സമ്മേളനം, ലൈവായൊരു വാർത്താ സമ്മേളനത്തിൽ പോയി തലവെക്കരുത്.